ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയതാണ്. എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം വാറണ്ടി പീരീഡിലുള്ള ഫസ്റ്റിലത്തെ പെയ്ഡ് സർവീസ് ഉണ്ടോ. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ മേജറായിട്ട് വേറെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ക്ലച്ച് സൈഡിൽ പൊടിയൊക്കെ ഇരിക്കുന്നതിൻ്റെ ഒരു ജെർക്കിങ് ഉണ്ടായിരുന്നു, അതല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. എന്നാലും നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്, പുതിയ ലൈൻഡറാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാം ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ബ്രേക്ക് ക്യാം ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഗിയർ ഓയിൽ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ് കിടക്കുന്നത്. അതേപോലെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമുള്ളത് പുതിയ ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ക്ലച്ചിൻ്റെ ഭാഗം ഗ്രീസിങ്ങിനായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേരിയേറ്റർ ബോഡിക്കൊക്കെ ചെറിയൊരു ഈ റോളറൊക്കെ ചെറിയ തേമാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നിലവിൽ നോർമലായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഔട്ടറും ക്ലച്ച് ഷൂവും തമ്മിൽ ചെറിയൊരു ജെർക്കിങ് സൗണ്ട് കാണിക്കുന്നത് ക്ലച്ച് ഷൂ ഉരഞ്ഞിട്ടുള്ള പൊടി ക്ലച്ച് ഔട്ടറിനകത്ത് വന്നതിൻ്റെയാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് നമുക്ക് കിടക്കണേ. സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്കൊക്കെ ഉണ്ട്, ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് നോർമൽ സാധാരണ രീതിയിലുള്ള ചെറിയ ഓട്ടങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് നമുക്ക് കിടന്നോട്ടെ. നമുക്ക് അടുത്ത സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ചെക്കപ്പായിട്ടാണ് ചെയ്യുക. അപ്പോൾ അടുത്ത സർവീസിൽ നമുക്ക് ബെൽറ്റ് കൂടുതലായിട്ട് ക്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിക്കളയാം. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കാർബേറ്ററിൻ്റെ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഓയിലൊക്കെ പുതിയ ഓയിലാണ് കിടക്കുന്നത്, വലിയ പഴക്കമായിട്ടില്ല. നമുക്കൊരു ഏകദേശം ഒരു 1000 സംതിങ് കണ്ടേ ഓടിയിട്ടുള്ളൂ. സ്പാർക്ക് പ്ലഗും നമുക്കിതുമ്പോൾ കിടക്കുന്നത് പുതിയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ആ ഫ്രണ്ടിലത്തെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങിയ ക്ലച്ചൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി വരും. ഫ്രണ്ട് വീലും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ക്ലച്ച് കവറിൻ്റെ ബോൾട്ടുകളെ ഒന്ന് മാറ്റിയിടുന്നുണ്ട്. കാരണം ഞാൻ 1-2 സ്ലിപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കത് കിറ്റായിട്ട് വരാം. അപ്പോൾ ഏകദേശം ഒരു എനിക്ക് 50-56 രൂപയാണ് നമുക്ക് അതിൻ്റെ കിറ്റിന് വരാം. അപ്പോൾ അതും കൂടി ഒന്ന് മേടിച്ച് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. കാരണം അതായത് നമുക്ക് അഴിക്കുമ്പോൾ 1-2 സ്ലിപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നീട് നമ്മളത് ഇട്ടിട്ട് പിന്നെ അഴിക്കാൻ ബുദ്ധിമുട്ടായി വെട്ടി അഴിക്കേണ്ടൊക്കെ സിറ്റുവേഷൻ വരും. അപ്പോൾ അത് കൂടി കൂട്ടത്തിലൊന്ന് മാറ്റി വിടണ്ടേ. അപ്പോൾ നമുക്ക് നിലവിൽ ജനറൽ സർവീസും ആ ബോൾട്ട് കിറ്റിൻ്റെയും വാട്ടർ സർവീസും നമുക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. വേറെ പറയത്തക്ക കംപ്ലയിൻസ് ആയിട്ടൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ഓക്കെ.